എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഭാഗവത സഭയിൽ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ശുഭകാര്യം നടക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വേണം. അതിനാൽ ഈശ്വര പ്രാർത്ഥനയായി ഞാൻ യദുനെ ക്ഷണിക്കുന്നു. മേധാദേവി ജുഷമാണാനാഗാ ദിശ്വാചി ഭദ്രാസുമനസ്യമാനാ ത്വയാ ദുഷ്ടാനുദമാനാ ദുരുക്താൻ ബൃഹദ്വദേമ വിദദേ സുവീരാः ത്വയാ ദുഷ്ടാനുഷീർഭവതി ദേവി ത്വയാ ബ്രഹ്മ ഗതശ്രീരുതത്വയാ ത്വയാ ദുഷ്ടാ ചിത്രം വിന്ദദേ വസുസാനോ ജുഷസ്വ ദ്രവിണോ ന മേദേ മേധാമ ഇന്ദ്രോ ദദാതു മേധാം ദേവി സരസ്വതി മേധാം മേ അശ്വിന ഉഭാവാ ദത്താം പുഷ്കരസ്രജാ അപ്സരാസു ജയാ മേധാ ഗന്ധർവേഷു ജയന്മനഃ ദേവി മേധാ സരസ്വതി സാമാ മേധാ സുരഭിർജുഷദാഗ സ്വാഹാ ആമാ മേധാ സുരഭിർവിശ്വരൂപാ ഹിരണ്യവർണ ജഗതി ജഗമ്യാ ഊർജസ്വതി പയസാ ഭിന്നമാന സാമാ മേധാ സുപ്രതീകാ ജുഷന്താം മയി മേധാ മയി പ്രജാ മയി അഗ്നിസ്തേജോ ദദാതു മയി മേധാ മയി പ്രജാ മയി ഇന്ദ്ര ഇന്ദ്രിയം ദദാതു മയി മേധാ മയി പ്രജാ മയി സൂര്യോ വ്രാജോ ദദാതു ഓം ഹംസ ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇത്ര നന്നായി ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ യദുവിന് നന്ദി. ഇനി നമുക്ക് ഇവിടുത്തെ പ്രസംഗങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഇവിടെ പ്രസംഗം പോകുന്നത് ആറന്മുള കൃഷ്ണനാണ്. ആറന്മുള കൃഷ്ണനെ ഞാൻ ഇതിലോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആറന്മുള കൃഷ്ണൻ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനിന്നിവിടെ പറയാനായി പോകുന്നത് കർണൻ്റെ ദാനശീലതയെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കർണനെ കുറിച്ച് അറിയാലോ. കർണൻ ആരാണെന്നും എന്താണെന്നും. കർണൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ദാനം ചെയ്യുന്നതാണ്. അതിലെ ഒരു ദാനം ചെയ്ത ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം ശ്രീകൃഷ്ണനും അർജുനും കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, നീ ഒരു പക്ഷേ അമ്പയത്തിൽ മികച്ചതായിരിക്കും. എന്നാൽ കർണൻ്റെ അത്ര ദാനം ചെയ്യുന്നതിൽ മികച്ചു നിൽക്കുന്നത് കർണൻ തന്നെയാണ്. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, കൃഷ്ണ, നീ എപ്പോഴും കർണനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ അനാഥരായവർക്ക് ദാനം ചെയ്യുന്നത് നീ ഒന്നും കാണാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെയായിട്ട് ഒരു ബ്രാഹ്മണൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ബ്രാഹ്മണനെ കണ്ടിട്ട് പറയാണ്, ഇതാ ഒരു ബ്രാഹ്മണൻ വരുന്നുണ്ട്. ഈ ബ്രാഹ്മണനെ കണ്ടിട്ട് എന്തോ ആവശ്യപ്പെടാനാണ് കൊണ്ടുവരുന്നത്. ഈ ബ്രാഹ്മണന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ ഇവരുടെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ഈ ബ്രാഹ്മണൻ അർജുനടുത്ത് പറയാണ്, ഓ രാജാവേ, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എൻ്റെ ഭാര്യയുടെ ശവസംസ്കാരം ചെയ്യണം. അതിനായി എനിക്ക് കുറച്ച് ചന്ദനത്തടികൾ ആവശ്യമുണ്ട്. അത് പിന്നെ വന്നതാന്ന് പറയാം. അതിനായി എന്നെ സഹായിക്കണം എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, ഉറപ്പായി താങ്കൾ അവിടെ കുറച്ച് നേരം കാത്തിരിക്കുന്നു പറയാണ്. അങ്ങനെ അർജുനൻ തൻ്റെ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബ്രാഹ്മണനാശുള്ള അത്ര ചന്ദനടികൾ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ഈ വേലക്കാരൻ ഈ ചന്ദനടികൾ എടുക്കാനായി പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഗൈഡേന്ന് വന്നേ. ഇത് കണ്ടിട്ട് അർജുനൻ ചോദിച്ചു, എന്ത് വെച്ച് നോക്കിയാണ്. അപ്പോൾ പറയാണ്, ഈ കൊട്ടാരത്തിൽ ചന്ദനടികളില്ല എന്ന് പറയാണ്.
വേറെ ആരുടെ കയ്യിലും ഉണ്ടാവില്ല എന്ന് പറയണത്. അപ്പോൾ അർജുനൻ ബ്രാഹ്മണൻ നോക്കിയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ ആഗ്രഹം എനിക്ക് നിർവഹിച്ചു തരാൻ പറ്റിയില്ല. ഞാനിത് ഉറപ്പ് പറഞ്ഞത് എനിക്ക് തരാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇതിനായിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, അത് സാരമില്ല, ഞാൻ കർണൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാന്ന് പറയാണ്. അങ്ങനെ ഈ ബ്രാഹ്മണൻ കർണൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. എന്നിട്ട് കർണനെ കണ്ടു പറഞ്ഞു, രാജാവേ, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എനിക്ക് കുറച്ച് അതിൻ്റെ ശവസംസ്കാരം ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ചന്ദൻ തടികൾ ആവശ്യമുണ്ട്. എനിക്കിത് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. എനിക്കിനി അങ്ങയിലാണ് പ്രതീക്ഷ എന്ന് പറയാണ്. അപ്പോൾ കർണൻ പറഞ്ഞു, ദയവ് ചെയ്ത് അങ്ങ് അവിടെ ഇരുന്നാലും ഞാൻ ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ കർണൻ തൻ്റെ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബ്രാഹ്മണാശുള്ളതുള്ള ഈ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ ചന്ദനത്തടികളും കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ ഈ വേലക്കാരൻ ഇതിനു വേണ്ടി പോയി. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ പറ, ഈ വേലക്കാരന് ചന്ദനത്തടികൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? ശരിയാണ്, ഇല്ല. എന്നിട്ട് കർണൻ്റെ അടുത്ത് ഈ വേലക്കാരൻ വന്ന് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ ചന്ദനത്തടികളില്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് ബ്രാഹ്മണൻ വിഷമത്തോടെ പറഞ്ഞു, ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, ദയവ് ചെയ്ത് കാത്തിരിക്കൂ. എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവരെ ഞാൻ വെറും കൈയോടെ വിടാറില്ല. എന്നിട്ട് കർണൻ പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചന്ദന തടികൾ കൊണ്ടാണ്. എന്നിട്ട് കർണൻ തൻ്റെ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മഴ കൊണ്ടുവരാൻ പറയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൻ്റെ ചന്ദന തടികൾ അടിച്ചു തകർക്കുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് കർണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തെ ചന്ദന തടികളില്ലേ അടിച്ചു തകർക്കുകയാണ്. എന്നിട്ട് ഇത് കണ്ട് ബ്രാഹ്മണൻ പറയാണ്, ഓ, ഈ കൊട്ടാരം തകരുകയാണ്. അപ്പോൾ ഇത് കേട്ട് കർണൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വന്ന് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആളെ വെറും കൈയുടെ മടക്കി വയ്ക്കാറില്ല. എന്നിട്ട് പറഞ്ഞു, തൻ്റെ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചന്ദന തടികളെല്ലാം ഒരു കാളവണ്ടിയിലാക്കിയിട്ട് ഈ ബ്രാഹ്മണന് കൊടുത്തയക്കാൻ പറയാണ്. അങ്ങനെ ഈ ബ്രാഹ്മണൻ ഈ ചന്ദന തടികളും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഈ ബ്രാഹ്മണൻ പോകുന്ന വഴിയിൽ ശ്രീകൃഷ്ണനും അർജുനും ഉണ്ടായിരുന്നു. എന്നിട്ട് അർജുനൻ വന്ന് ബ്രാഹ്മണൻ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് ഇത്രയും? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, മഹാനായ കർണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ തൂണുകൾ അടിച്ച് തകർത്ത് എനിക്കത് നൽകിയെന്ന് പറയാണ്. എന്നിട്ട് ഈ ബ്രാഹ്മണൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയുടെ ശവസംസ്കാരം ചെയ്യാനായി പോയി. എന്നിട്ട് ഇതെല്ലാം കണ്ട് കൃഷ്ണൻ വന്ന് അർജുനോട് പറഞ്ഞു, അർജുന, നിനക്കിത് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്കൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹവും ചിന്തയും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏത് വഴിയിലൂടെയും കൊടുക്കാൻ നോക്കണം എന്ന് പറയണം. ഞാൻ വെറുതെ അല്ല കർണനെ കുറിച്ച് പറയാറ്. നിനക്കിത് മനസ്സിലായെന്നും നീ ഇതിൽ സമ്മതിക്കുന്നെന്നും ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ ആ കഥ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഗുണപാഠം എന്ന് വെച്ചാൽ നമ്മളും കർണനെ പോലെ ദാനശീലനാവാൻ നോക്കുക. പിന്നെ കൃഷ്ണൻ പറഞ്ഞ പോലെ നമുക്കിതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏത് വഴിയിലൂടെയും കൊടുക്കാൻ നോക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരമല്ല, നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഋഷികേശാണ്. ഋഷികേശിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു.
മാന്യസദസ്സിന് വന്ദനം. എൻ്റെ പേര് ഋഷികേഷ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയും എൻ്റെ ഗുണപാഠവുമാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. നാരദൻ തന്റെ യാത്രക്കിടയിൽ ഒരു ദിവസം കാട്ടിൽ കൂടി പോവുകയായിരുന്നു. അദ്ദേഹം കാട് നടുവിലെത്തിയപ്പോൾ ഒരു ചിതൽപുറ്റ് കണ്ടു. ആ ചിതൽപുറ്റിനുള്ളിൽ ഒരു യോഗിയുടെ തല കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അടുത്തു ചെന്ന് നോക്കി. ആ യോഗി കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ നാരദൻ ഉറക്കെ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ പുറ്റിനുള്ളിൽ ചെയ്യുന്നത്? അപ്പോൾ യോഗി കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഓ നാരദനോ, താങ്കളെ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഞാൻ ഈ കാട്ടിലേക്ക് തപസ് ചെയ്യാനായി വന്നതാണ്. ഞാനിവിടെ ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ എനിക്ക് ചുറ്റും ചിതൽപുറ്റി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വൈകുണ്ഠം എന്താണെന്ന് അറിയാമോ? ശരിയാണ്, വിഷ്ണു വസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിയാണ്, ഭഗവാനെ ഒന്ന് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഗി ചോദിച്ചു, എന്നാൽ എനിക്ക് വേണ്ടി ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാമോ? അപ്പോൾ നാരദൻ പറഞ്ഞു, തീർച്ചയായും, എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു. അപ്പോൾ യോഗി പറഞ്ഞു, ഞാൻ എത്ര കാലം കൂടി ഇവിടെ ഇങ്ങനെ തപസ് ചെയ്യണം? എനിക്ക് മോക്ഷം കിട്ടാൻ എത്ര താമസമുണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നാരദൻ ഉറപ്പ് നൽകി, ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാമോ? നാരദൻ തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹം ആരോ കീർത്തനങ്ങൾ പാടുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട വഴിയെ അദ്ദേഹം നടന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു യോഗി ഭഗവത് കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ആ യോഗി നാരദനെ കണ്ടപ്പോൾ ഓടി വന്ന് പറഞ്ഞു, ഓ നാരദനോ, താങ്കൾ ഇപ്പോൾ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്കൾ ഇപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ യോഗി പറഞ്ഞു, എന്നാൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കാമോ അദ്ദേഹത്തോട്? തീർച്ചയായും, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ യോഗി പറഞ്ഞു, മനസ്സ് ശുദ്ധമായി ഈശ്വര ദർശനം ലഭിക്കാൻ എനിക്ക് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എത്ര ജന്മം എടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തോട് ചോദിക്കാമോ? ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ നാരദൻ തന്റെ യാത്ര തുടർന്നു. അവസാനം നാരദൻ വൈകുണ്ഠത്തിലെത്തി. കുറച്ചു കാലം അവിടെ താമസിച്ചിട്ട് അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. വൈകുണ്ഠത്തിൽ താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമിയിലേക്ക് മടങ്ങി. ഭൂമിയിൽ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് അവസാനം അദ്ദേഹം ആ കാട്ടിലെത്തിച്ചേർന്നു. ആ കാട്ടിൽ ആ ചിതൽപുറ്റ് കൊണ്ട് മൂടിയ യോഗി ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ചിതൽപുറ്റ് കൊണ്ട് മൂടിയ യോഗി നാരദനെ കണ്ടപ്പോൾ ചോദിച്ചു, അങ്ങ് എൻ്റെ കാര്യം ഭഗവാനോട് ചോദിച്ചു. അങ്ങ് ഇനി 4 ജന്മം കൂടി തപസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അങ്ങേക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. എന്ത് 4 ജന്മം കൂടിയോ എന്ന് ചോദിച്ചു. ആ യോഗിക്ക് ആശ്ചര്യവും നിരാശയും തോന്നി. ഓ, ഇത് ഭയങ്കരം തന്നെ. ഞാൻ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ എനിക്ക് ചുറ്റും പുറ്റു വന്നിരിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് ആ യോഗി കരയുവാൻ തുടങ്ങി. അപ്പോൾ നാരദൻ 4 ജന്മം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ആ ആടുകയും പാടുകയും ചെയ്യുന്ന യോഗിയെ കണ്ടു. ആ യോഗി ചോദിച്ചു, അങ്ങ് എൻ്റെ കാര്യം ചോദിച്ചു പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, ചോദിച്ചു. അവിടെ കണ്ടിരുന്ന ഒരു പുളിമരം കൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്മേൽ എത്ര ഇലകളുണ്ടോ അത്രയും തവണ താങ്കൾ ജന്മം എടുക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അങ്ങേക്ക് ഈശ്വര ദർശനം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ യോഗിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ആ യോഗി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓ ആശ്ചര്യം തന്നെ, ഇത്രയും ചെറിയ കാലയളവ് കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ആ യോഗി അതും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഭഗവത് കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാശത്തിൽ നിന്ന് ഒരു പ്രകാശവും ഒരു അശരീരിയും കേട്ടു. വത്സ, നീ ഈ നിമിഷം തന്നെ മുക്തനായിരിക്കുന്നു. ആ പുളിമരത്തിന് മുകളിൽ അനേകം ഇലകളുണ്ട്. അത്രയും തവണ നീ ജന്മം എടുക്കാൻ തയ്യാറായിരിക്കുന്നു. നീ ഇനി ജന്മം എടുക്കേണ്ടി വരില്ല. നിനക്ക് ഭഗവത് സായുജ്യം നേടാം. ആ യോഗിക്ക് സന്തോഷമായി. ഈ കഥയിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, ഈശ്വരൻ നമുക്ക് എന്ത് തരുന്നുവോ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഋഷികേശൻ നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗം മുന്നിൽ അഭിനന്ദനെ ഞാൻ ഇവരിട്ട് ക്ഷണിക്കുന്നു. മാനസത്തിന് വന്ദനം. എൻ്റെ പേര് അഭിനവ് പി വി. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു കഥയും എൻ്റെ ഗുണപാഠവുമാണ്.
അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു ദൂരയാത്ര പോവേണ്ടി വന്നു. ആ യാത്ര 6 മാസം നീണ്ട യാത്രയായിരുന്നു. ആളുടെ വീട്ടിൽ ഒരു ടൺ കണക്കിന് ഇരുമ്പുകളുണ്ടായിരുന്നു. ആ ഇരുമ്പ് മുഴുവൻ തൻ്റെ ഒരു സുഹൃത്തിന് കയ്യിൽ ഏൽപ്പിച്ച് യാത്ര തുടങ്ങി. നിർഭാഗ്യവശാൽ ആ യാത്രയോട് ആൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല. അതിലൂടെ തന്നെ ആൾക്ക് നഷ്ടവും ഉണ്ടായി. തൻ്റെ കയ്യിലുള്ള ഇരുമ്പ് മുഴുവൻ വിറ്റ് നഷ്ടം നികത്താമെന്ന് വിചാരിച്ച് ആൾ തിരിച്ചു മടങ്ങി. എന്നിട്ട് സുഹൃത്തിൻ്റെ അടുത്ത് വിട്ട് തൻ്റെ നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ തന്നെ സുഹൃത്ത് പറഞ്ഞു, താങ്കൾക്കിപ്പോൾ കഷ്ടകാലം തന്നെ. താങ്കൾ എന്നെ ചുമതലയിൽ ഏൽപ്പിച്ചു പോയ ഇരുമ്പ് മുഴുവനും എലികൾ തിന്നു നിർത്തും. അപ്പോൾ ഞാനൊരു ചോദ്യം ചെയ്യാം, കച്ചവടക്കാരന് നഷ്ടപ്പെട്ടത് എന്താണ്? ശരിയാണ്. എന്നിട്ട് സുഹൃത്ത് തൻ്റെ കാലിയായ ഗോഡൗൺ കാണിച്ചു കൊടുത്തു. അപ്പോൾ കച്ചവടക്കാരന് കൂടുതൽ വിഷമമായി. അപ്പോൾ സുഹൃത്ത് അപ്പോൾ തന്നെ പറഞ്ഞു, നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് വിരുന്നിനെ ക്ഷണിച്ചു. അപ്പോൾ വരാമെന്ന് മൂളി കച്ചവടക്കാരൻ മടങ്ങും വഴി തന്നെ സുഹൃത്തിൻ്റെ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും കൂടെ കൂട്ടി. എന്നിട്ട് തൻ്റെ വീട്ടിൽ ഒരു രഹസ്യമുറിയിൽ സുഖമായി താമസിപ്പിച്ചു. പിറ്റേന്ന് വൈകുന്നേരം സുഹൃത്തിൻ്റെ വീട്ടിൽ വിരുന്നിനായി പോയി. അപ്പോൾ ഇരുവരും ഭക്ഷണത്തിനായി ഇരുന്നപ്പോൾ തന്നെ സുഹൃത്ത് വളരെ ദുഃഖിതനായിരുന്നു. വളരെ ദുഃഖത്തോടെ തന്നെ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം മുതൽ എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല, അന്വേഷിക്കാത്ത ഒരു ഘടകവുമില്ല. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, താങ്കൾ ഈ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ കാര്യമുണ്ടായിരിക്കില്ല. ഒരു പരുന്ത് നില ഒരു കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ തന്നെ സുഹൃത്തിന് മനസ്സിലായി, 20 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ ഒരു പരുന്തിന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും? നിങ്ങൾ തന്നെ പറ, പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? അതുപോലെ കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായി. അപ്പോൾ തന്നെ സുഹൃത്ത് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം, താങ്കൾ പറയണത് നോണയാണ്. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, എൻ്റെ ഇരുമ്പ് തിരിച്ചു തന്നാൽ താങ്കളുടെ കുഞ്ഞിനെയും തിരിച്ചു തരാം. അപ്പോൾ തന്നെ സുഹൃത്ത് അവിടെ ഇരുമ്പ് മുഴുവനും തിരിച്ചു കൊടുത്തു. അപ്പോൾ കച്ചവടക്കാരൻ അവരുടെ കുഞ്ഞിനെയും തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരുവരും പിന്നെയും സുഹൃത്തുക്കളെ. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെയും ചതിക്കാൻ പാടില്ല. നമ്മയേക്കാൾ വലിയ ചതിമാർ നമ്മളെ കുഴിയിൽ വീഴ്ത്തും. സത്യസന്ധതയ്ക്ക് മാത്രമാണ് നമ്മുടെ മുഖമുദ്ര. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനവിന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അനയാണ്. അനയെ ഞാൻ യുവത്തിലോട്ട് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അനയ് കെ ബി. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മഹർഷിയും എലിയും എന്ന കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കടക്കാം. ഒരു ഗുഹയിൽ ഒരു മഹർഷി താമസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം മഹർഷി തൻ്റെ ഗുഹയുടെ വാതിക്കൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു എലി എവിടെ നിന്നോ വന്നു വീണു. മഹർഷി എലിയോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വന്നു വീണത്? എലി മഹർഷിയോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്നെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ടു പോവുകയായിരുന്നു. എങ്ങനെയോ പിടിവിട്ട് ഞാൻ അങ്ങയുടെ മടിയിൽ വന്നു വീണതാണ്. മഹർഷിക്ക് ദയ തോന്നി മഹർഷി തന്റെ ഗുഹയിൽ ഒരു കൊച്ചിയിടം അതിന് താമസിക്കാൻ കൊടുത്തു. അങ്ങനെ ഒരു ദിവസം എലി രാത്രി ഗുഹയുടെ വെളിയിൽ ഓടി നടക്കുമ്പോൾ ഒരു പൂച്ച അതുവഴി പോകുന്നു. പൂച്ച എലിയെ ശ്രദ്ധിച്ചു. എലി നേരെ മഹർഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷി, അതാ എന്നെ പിടിക്കാൻ ഒരു പൂച്ച ഓടി വരുന്നു, എന്നെ രക്ഷിക്കണം, എനിക്ക് പുറത്തിറങ്ങാൻ വളരെ ഭയമാണ്.
മഹർഷിക്ക് ദയ തോന്നിട്ട് മഹർഷി തന്റെ മായാജാലം കൊണ്ട് എലിയെ ഒരു പൂച്ചയാക്കി മാറ്റി. പിറ്റേ ദിവസം മുതൽ തന്നെ ആക്രമിക്കാൻ വന്ന പൂച്ചയുടെ സുഹൃത്തായി മാറാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ പൂച്ച കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു നായ അതുവഴി പോകുന്നു. പൂച്ചയ്ക്ക് ഭയമായതുകൊണ്ട് പൂച്ച വേഗം മഹർഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മഹർഷിയോട് വീണ്ടും പറഞ്ഞു, അല്ലയോ മഹർഷി, ദേ വീണ്ടും എന്നെ ഒരു നായ ഓടിപ്പിച്ചിടുന്നു. എന്നെ രക്ഷിക്കണം. മഹർഷി വീണ്ടും ദയ തോന്നി മഹർഷി തന്റെ മായാജാലം കൊണ്ട് പൂച്ചയെ ഒരു കരുത്തനായ നായയാക്കി മാറ്റി. ഈ കരുത്തനായ നായയുടെ കുര കേട്ട് പൂച്ചയെ പിടിക്കാൻ വന്ന നായ പേടിച്ചോടി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മഹർഷിയെ നായ വിളിച്ചെണീപ്പിച്ച് പറഞ്ഞു, അല്ലയോ മഹർഷി, അതാ ആ കുറ്റിക്കാട്ടിൽ ഒരു പുലി വന്നു കിടക്കുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ വളരെ ഭയമാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഇത് കേട്ടപ്പോഴും മഹർഷി തന്നെ മായാജാലം കൊണ്ട് നായയെ പുലിയാക്കി മാറ്റി. അപ്പൊ കരുത്തനായ പുലി കുറ്റിക്കാട്ടിലുണ്ടായ പുലിയെ പേടിപ്പിച്ചു ഓടിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം പുലി വെയിലും കൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഉണ്ടായ ജനങ്ങൾ പുലിയെ നോക്കി പറഞ്ഞു, അത് പുലിയല്ല, മഹർഷിയുടെ മായാജാലം കൊണ്ട് പുലിയായതാണ്. അത് യഥാർത്ഥത്തിൽ എലിയാണ്. ഇത് കേട്ട പുലി വിചാരിച്ചു എന്നെ താഴ്ത്തി പറയുകയാണ്. അപ്പൊ പുലി മനസ്സിൽ പറഞ്ഞു, എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പുലിയാണെന്ന് തെളിയിക്കും എന്നും പറഞ്ഞുകൊണ്ട് മഹർഷിയെ കൊല്ലാൻ വേണ്ടി ഓടി. ഈ ഓട്ടം കണ്ടപ്പോൾ മഹർഷിക്ക് മനസ്സിലായി ഇതെന്നെ കൊല്ലാനുള്ള വരവാണ്. പുലി മഹർഷിയുടെ മേൽക്ക് ചാടി വീഴുന്നേക്കാൾ മുമ്പ് മഹർഷി തന്റെ മായാജാലം കൊണ്ട് പുലിയെ വീണ്ടും എലിയാക്കി മാറ്റി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സ്വയരക്ഷയ്ക്ക് എന്തുമാവാം, പക്ഷേ രക്ഷിച്ചവനെ ശിക്ഷിക്കുന്നത് തെറ്റാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അനേന്റെ നന്ദി. അടുത്തൊരായി ഇവിടെ പ്രസംഗം വന്നത് ആദിനാഥാണ്. ആദിനാഥിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ആദിനാഥ് ആർ. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഈ വേദിയിൽ ഒരു കഥയും അതിൻ്റെ സാരാംശം പറയുക എന്നതാണ്. അപ്പോൾ അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ തിരിഞ്ഞെടുത്തിരിക്കുന്നത് കച്ചവടക്കാരൻ്റെ കഴുത എന്ന കഥയാണ്. അപ്പോൾ അധികം വൈകാതെ ഞാൻ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം ഒരു വ്യാപാരി തൻ്റെ കഴുതയെ വിൽക്കാൻ വേണ്ടി ചന്തയിലേക്ക് പോകാൻ പുറപ്പെട്ടു. അപ്പോൾ അയാളുടെ കൊച്ചുമകനെയും കൂടി കൂട്ടിന് വിളിച്ചു. അവർ രണ്ടുപേരും കൂടി കുറച്ചു ദൂരം നടന്നപ്പോഴത്തേക്കും കുറച്ച് പെൺകുട്ടികൾ വഴിയിലൂടെ കാണുന്ന എല്ലാവരെയും കളയാക്കിക്കൊണ്ട് നടന്നു വരുന്നു. ഇവരുടെ നേർക്കാണ് അവർ വരുന്നത്. ഇവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അയ്യോ പാവം കുട്ടി, ഈ കഴുതി ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് നടന്നു വരുന്നത്? അതിന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് വന്നൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിയാണെന്ന് തോന്നി ഈ വ്യാപാരി കുട്ടിയെ കഴുതയുടെ മുകളിൽ കയറ്റിയിട്ട് വ്യാപാരി കഴുതയുടെ പുറകിൽ നടന്നു. പിന്നെ ഇവർ കുറച്ചു ദൂരം പോയി. 2 വൃദ്ധന്മാർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് വരുന്നു. അവർ ഇവർക്ക് പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വൃദ്ധന്മാരോടൊന്നും ഒരു ബഹുമാനവുമില്ല. കണ്ടില്ലേ ആ കുട്ടി രാജാവിനെ പോലെ അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? പാവം വൃദ്ധനെ നടത്തിക്കുന്നു. ഇത് കേട്ടിട്ട് വൃദ്ധൻ അതിന്റെ കഴുതയുടെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് കുട്ടിയെ താഴെ നടത്തിച്ചു. പിന്നെ ഇവർ കുറച്ചു ദൂരം പോയപ്പോൾ ഒരു വശത്ത് പുഴയരികാണ്. പുഴയരികിൽ കുറച്ച് സ്ത്രീകൾ സംസാരിച്ചുകൊണ്ട് റോഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, അയ്യോ അവന്റെ കാൽ ചുട്ടുപൊണ്ണുന്നുണ്ടാകും. ആ കഴുതയുടെ പുറത്തിരിക്കുന്നവൻ ഒരു ക്രൂരനാണ്.
അല്ലെങ്കിൽ അയാൾ ഈ കുട്ടിയെ നടത്തിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാപാരി കഴുതയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് കുട്ടിയെയും കഴുതയുടെ മുകളിൽ കയറ്റി. അവർ രണ്ടുപേരും കൂടി കഴുതയുടെ മുകളിൽ കയറി നടക്കാൻ തുടങ്ങി. വീണ്ടും ഇവർ കുറച്ചു ദൂരം പോയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പുഴയാണ്. അതിന്റെ നടുക്കൂടെ ഒരു കർഷകൻ ഇവരെ നോക്കി നടന്നു വരുന്നുണ്ട്. ആ കർഷകൻ ഇവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എപ്പോഴും കഴുതയല്ലേ നിങ്ങളെ ചുമക്കുന്നത്, ഈ പ്രാവശ്യം നിങ്ങൾ ഈ കഴുതയെ ഒന്ന് ചുമന്ന് നോക്ക്, അപ്പോൾ അതിന് എത്ര ആശ്വാസം കാണും ഈ കഴുതയെ നിങ്ങൾ ചുമക്കുമ്പോൾ. ഇത് ശരിയാണെന്ന് തോന്നിയിട്ട് ഈ വ്യാപാരി ദൂരെയുള്ള ഒരു കടയിൽ പോയി മുളവടി കൊണ്ടുവന്ന് കഴുതയുടെ കാൽ കൂട്ടിക്കെട്ടി അവർ തോളിൽ വെച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ചു ദൂരം പോയപ്പോൾ ഇവർക്ക് ഈ പോകുന്ന വഴിക്ക് നല്ല നാണക്കേടുണ്ടായിരുന്നു. പിന്നെ ഇവർ പോയപ്പോൾ ജനങ്ങളൊക്കെ ഇവരുടെ ചുറ്റും കൂടി നിന്നു. പെട്ടെന്ന് കുട്ടികളൊക്കെ ഇവരെ കളിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുളവടി പൊട്ടിയപ്പോൾ കുതിര താഴെ വീണു പിടഞ്ഞു. ആ സമയത്ത് വ്യാപാരി കുതിരയെ ചാടി പിടിക്കാൻ നോക്കി. അപ്പോഴത്തേക്കും കുതിര വെള്ളത്തിലേക്ക് പോയി. ഇത് കേട്ടിട്ട് ദുഃഖിതരായി ഇവർ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നാം പോകുന്നവരുടെയും വരുന്നവരുടെയും വിമർശനങ്ങളും പരിഹസനങ്ങളും കേട്ടാൽ നമ്മളെ അത് ആപത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആദിനാദിന് നന്ദി. ഇതോടെ ഇവിടുത്തെ എല്ലാം പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ഫലപ്രഖ്യാപനാണ്. ഫലപ്രഖ്യാപനത്തിനായി രാംദാസ് മാഷിനെ അഭ്യർത്ഥിക്കുന്നു. രാംദാസ് മാഷിന് നന്ദി. ഇതോടെ ഇവിടുത്തെ എല്ലാം പ്രസംഗങ്ങളും പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്നിവിടെ ജയിച്ച എല്ലാ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി ശാന്തി മന്ത്രം പറഞ്ഞുകൊണ്ട് ഈ സഭയുടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.